ജയറാമിന്റെ കഥകൾ എന്ന് പറഞ്ഞാൽ ജയറാം എന്നും വണ്ടിയിലോട്ട് കയറിയാൽ ആദ്യം പറയുന്നത് ദാമോദരന്റെ കാര്യം, കൃഷ്ണൻകുട്ടിയുടെ കാര്യം, ഇങ്ങനെ ഇങ്ങനെ ഓരോ ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വരും. അപ്പൊ നമ്മളിത് ആരാണ് കുറെ കഴിയുമ്പോഴാണ് കൃഷ്ണൻകുട്ടിയുടെ തിടമ്പ് അന്ന് കണ്ട പോലെ തന്നെ പിന്നീട് മനസ്സിലാണ് ഇത് ആനയാണെന്ന്. അന്ന് ഇത് തന്നെ വണ്ടിയിലോട്ട് അങ്കമാലിയിൽ നിന്ന് അങ്ങോട്ട് കയറിയായി കഥ പറച്ചില്ല. ശരിയല്ലേ? പിന്നെ ഞങ്ങളൊരിക്കല് പ്രോഗ്രാമിന് പോയി മൈസൂര് പ്രോഗ്രാമിന് പോയപ്പം ഞങ്ങൾ ഈ കാട്ടിക്കൂടെയാണല്ലോ പോകുന്നത്. അപ്പൊ ജയറാം ഉറങ്ങിയിട്ടില്ല. ജയറാം ഈ ആനയെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. ഞങ്ങളൊക്കെ നല്ല ഉറക്കമാണ്. ആ മൈസൂരെത്തി, പ്രോഗ്രാം കഴിഞ്ഞു. തിരിച്ചു വരുമ്പോഴും പുള്ളി രാവിലെ വരുന്നതല്ലേ, രാവിലെ വരുന്നത് സൈലന്റ് ആയിട്ട് ഇരിക്കുക പുള്ളി. ഞാൻ എന്താ പറയുന്നത്, വഴിക്ക് വെച്ചൊരു ആനയെ കണ്ടു. ആനയും കുട്ടികളും നിൽക്കുന്നു. വളരെ നമ്മുടെ വണ്ടിയുടെ ഒരു 5 അടി അകലെ. ഞങ്ങളിങ്ങനെ നിന്നതും ആന പറഞ്ഞൊരു ശബ്ദം ഉണ്ടാക്കി വന്നു. ഞങ്ങളെല്ലാം പേടിച്ചു പോയി. വണ്ടി ഭയങ്കര സ്പീഡിൽ വണ്ടി വിട്ടു. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് സൈലന്റ് ആയി പോയി. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. കാരണം ജയറാമിന്റെ മുഖമൊക്കെ ചുവന്നു പോയി ഇങ്ങനെ പേടിച്ചിട്ടേ. ആനയും കുട്ടിയും കൂടെ ഒരുമിച്ചെന്നാണ് കാണുന്നത്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിർത്തിയിട്ട് പല്ല് കേൾക്കണമല്ലോ. അങ്ങനെ കൊളക്കടവിൽ, അതൊക്കെയാണ് അന്നത്തെ 5 സ്റ്റാർ. കൊളക്കടവിൽ ഞങ്ങൾ പതുക്കെ ഇറങ്ങി. പതുക്കെ അവിടെ ചെന്ന് ജയറാം മുഖമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുറകെ വന്നിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കി. എടുത്തൊരു ഓട്ടം. കാരണം ആനയെ കണ്ടാ പേടിയിലാണ്. അങ്ങനെ ഉണ്ടായ വേറെ സംഭവങ്ങളുണ്ട്. ജയറാമിന് വന്നാൽ എന്താ പ്രശ്നം എന്നുള്ളത് അതിന്റെ സീരിയസ്നെസ് അറിഞ്ഞൂടാ. ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വർഷമായിട്ടുള്ള കഥാപാത്രങ്ങളിൽ പ്രസാദേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജയറാം ക്യാരക്ടർ ഏതാണ്? അല്ല, ഈ പിഷാരടി ഇരുന്നുകൊണ്ട് പറയുന്നതല്ല കേട്ടോ. ജയറാമിന്റെ ഒരുപാട് സിനിമകളിൽ, പഴയ കമൽ പടങ്ങളിൽ, പെരുവണ്ണാപുരം മുതൽ ഒരുപാട് ജയറാമിന്റെ ഒരു ക്യാരക്ടർ കാണിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ വളരെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അടുത്ത് രമേശ് പറയണ്ടായിരുന്നു, ഇല്ല പഴയ ജയറാം അല്ല, ജയറാം ചേട്ടനല്ല, അങ്ങനെയാണല്ലോ, പുതിയൊരു ജയറാം ചേട്ടനായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്കങ്ങ് കഥയൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും നാളിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ജയറാമിനെ അവതരിപ്പിച്ചത്, വളരെ ഡിഫറെന്റ് ആയിട്ടൊരു ആളെ അവതരിപ്പിച്ചത് രമേശ് പിഷാരടി. ശരിയല്ലേ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഒരു 88 തുടങ്ങി ഒരു 98, 2000 വരേക്കൊക്കെ, 2005 വരേക്കൊക്കെ സൈഡിൽ നിന്ന് പറഞ്ഞു തരാൻ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അത് തെറ്റാണ്, 1 മോർ എടുക്കാം, ഇങ്ങനെ ചെയ്യുമെന്ന് പറയാനായിട്ട്. പിന്നീട് അത് മാറി, ഒരു മോണിറ്റർ വന്നു, ഡയറക്ടർ ഒരുപാട് ദൂരേക്ക് പോയി. ടോട്ടാലിറ്റി നോക്കുമ്പോൾ പിന്നെ നമ്മളായിട്ട് അങ്ങോട്ട് ചെയ്യും. ഓക്കെ ആണോ, ഇത് എവിടെയാണ് ഡയറക്ടർ നോക്കിയിട്ട് അത് ഓക്കെയാണെന്ന് പറയാം. അപ്പോൾ ഒരേ ചിരി, ഒരേ സങ്കടം, ഒരേ കരച്ചിൽ, ഒരേ റിയാക്ഷൻസ്, അങ്ങനെ കാലങ്ങളോളം അങ്ങനെ ഒരു 10 വർഷം ഉണ്ടായിരുന്നു. ആ ഒരു അത് മാറ്റിയത് പിഷാരടി. ആ 10 കുറെ പടങ്ങൾ ഹിറ്റും ആവും. സിനിമ ബിസിനസ് നടക്കുമല്ലോ, തിയേറ്ററിലാണെങ്കിൽ സിനിമ ഒരു സാറ്റലൈറ്റ് മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ജയറാമേന്റെ പടത്തിന് ജയറാമേന്റെ ഒരു സ്റ്റോക്ക് ഫാമിലി ഓഡിയൻസ് ഉണ്ട്. ജയറാമേന്റെ പടം നല്ലതാണ് എന്നൊരു ചെറിയ റിപ്പോർട്ട് വന്നാൽ തന്നെ ഇറങ്ങാനും പോവാനും കാണാനും തയ്യാറായി നിൽക്കുന്ന ഒരു ഫാമിലി ഓഡിയൻസ് ഇപ്പോഴും കേരളത്തിൽ അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അവര് ഇറങ്ങിയും കണ്ടും ഈ പറയുന്ന ജയറാമേട്ടൻ പറയുന്ന ഈ പടങ്ങളെല്ലാം ഒരു എബോവ് ആവറേജ് ഹിറ്റുകളായിരുന്നു. അതുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കപ്പെടുകയും ചെയ്തു. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അതിനകത്ത് ഒരുപാട് ഐക്കോണിക് ക്യാരക്ടേഴ്സും, നമ്മളിപ്പോ ഈ പറയുന്നതിനിടയിൽ തന്നെയും ഒരുപാട് ഐക്കോണിക് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇന്ന് നമുക്ക് മീമുകളായിട്ട്, ഞാൻ പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ചില ഇമോഷൻസ് ഒക്കെ കാണിച്ചിട്ടുള്ളത് നമ്മുടെ ഉത്തമൻ പോലുള്ള പടങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഉള്ള ഇമോഷൻസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ പോസ്റ്റേഴ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നി. അതാണ് നമ്മൾ അതിലേക്കാണ് വരുന്നത്. അല്ല, ഞാൻ ജയറാമിനെ ഒരു മാസം മുമ്പ് വിളിച്ചു. എന്നെ പലരും വിളിച്ചിട്ട് ഡേറ്റ് ഒന്ന് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ഞാനിങ്ങനെ ലാലിനെ പറ്റി, പലരെ പറ്റി, ദിലീപിന്റെ ഒക്കെ വിളിച്ച് ചോദിക്കും, നമുക്കൊന്ന് കഥ കേൾക്കാനൊരു അവസരം. ഞാൻ പതുക്കെ നൈസായിട്ട് ഒഴിയാറാണ് പതിവ്. ജയറാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജയറാമേ എൻ്റെ ഒരു സുഹൃത്താണ്, ജയറാമിന് വേണ്ടിയുള്ളൊരു കഥയാണ്, അപ്പോൾ അതൊന്ന് കേൾക്കാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചു. ജയറാം പറഞ്ഞു, ഞാൻ ഒരു പടം ചെയ്യുന്നുണ്ട് ഇപ്പം, ഓസ്ലർ. എനിക്ക് ശരിക്കും പറഞ്ഞ പേര് കേട്ടിട്ട് അന്ന് മനസ്സിലായില്ല. ഞാൻ ആ സിനിമ കഴിഞ്ഞിട്ടേ വേറെ സിനിമയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. വേറെ സിനിമയെ കുറിച്ച് ഞാൻ ഇവിടെ കറക്റ്റ് അല്ലേ, ഞാൻ ഈ സിനിമ കഴിഞ്ഞിട്ട് ഇനി വേറെ സിനിമയുടെ കഥ കേൾക്കുന്നുള്ളൂ. ഇപ്പൊ എൻ്റെ മനസ്സ് മുഴുവൻ ഈ ക്യാരക്ടറാണ് ഓസ്ലർ. ഞാൻ ഓർത്തിരുന്നോ നൈസായിട്ട് എന്നെ ഒഴിവാക്കിയതാണ് എന്നുള്ള ധാരണയിൽ ഞാൻ അങ്ങനെ ഇരുന്ന് വെച്ചു. ഞാൻ അങ്ങനെ ധരിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് സംഗതി ഒരു ചെറിയ സീരിയസ് ആണല്ലോ എന്ന് എനിക്ക് തോന്നിയത്. ഇത് പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലായത് ഇത് കണ്ടപ്പോഴാണ്. പക്ഷെ ഞാൻ ശരിക്കും ഈ എഴുത്തുകാരൻ ഞാൻ അതിലേക്കാണ്. ഈ എഴുത്തുകാരൻ പറഞ്ഞല്ലോ ജയറാമേട്ടന് വേണ്ടി എന്ന് പറയുമല്ലോ, അതായിരുന്നു ജയറാമേട്ടൻ പറഞ്ഞ 10 കൊല്ലം സംഭവിച്ചത്. ജയറാമേട്ടന് വേണ്ടി അല്ലാത്ത കഥാപാത്രങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന ഒരു നടനെ
എത്രയോ നാള് ജയറാമേട്ടന് വേണ്ടി എഴുത്ത് വളയുകയാണ് ചെയ്തത്. നടനെ വളയ്ക്കുന്നതിന് പകരം എഴുത്ത് വളഞ്ഞ് കൊണ്ടു കൊടുക്കുകയും അതിനെല്ലാം ചെറിയ ലാഭം ഉണ്ടാകുകയും ചെയ്തപ്പോൾ അത് ആവർത്തിക്കപ്പെട്ടതാണ്. അല്ല, പക്ഷെ പിഷാരടി എഴുത്തല്ല വളച്ചത്, നടനെ വളച്ചത്. പറ്റും. അദ്ദേഹത്തിന് ഒരാൾ ഇത്രയും ലോങ് ടൈം നിൽക്കുന്നു, സ്റ്റേജ് അനുഭവം ഉണ്ട്, 4 ഭാഷയിലെ ഏറ്റവും വലിയ ഡയറക്ടേഴ്സിന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് അത് സുഖമായിട്ട് നേരെ തിരിച്ചിട്ട് വിഷുവിന്റെ അടുത്ത് ചോദിച്ചാലോ. വിഷു പഞ്ചവർണ്ണ തത്ത വിട്ടിട്ട് ജയറാമേട്ടന്റെ ക്യാരക്ടേഴ്സ് നമുക്ക് പറയാനായിട്ട് ഒരു എണ്ണം ഉണ്ടെന്ന് അറിയാം. എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ജയറാം ക്യാരക്ടറൈസേഷൻ ഏതായിരിക്കും? ജയറാമേട്ടന്റെ ക്യാരക്ടർ എനിക്കൊരു 8 പടങ്ങളും കഥകളും പാട്ടുകളും ഒക്കെ അറിയാവുന്ന ആളെന്നുള്ളത് എനിക്ക് മഴവിൽ കാവടി വലിയ മഴവിൽ കാവടിയിലെ ആളെ എനിക്ക് അയാളുടെ ഒരു നിഷ്കളങ്കതയും അയാളുടെ ഒരു അവസ്ഥകളും എല്ലാം വളരെ ഇഷ്ടമാണ്. ഹെഡ് ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന മഴവിൽ കാവടിയിലെ ആളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒരെണ്ണം ഇടക്ക് ഞാൻ കേറട്ടെ, കേറട്ടെ. അയലത്തെ അദ്ദേഹം നല്ല ക്യാരക്ടറാണ്. ഒരുപാട് ക്യാരക്ടറുകൾ അങ്ങനെ ഉണ്ട്. ഒരു നമ്മുടെ ഒരു 95ന്റെ പകുതിയിൽ ഒരു നിരന്തരം ഹിറ്റുകൾ എന്ന് പറയില്ലേ, ഒന്നേ അടുത്തത് ഹിറ്റ്. ഞാൻ എപ്പോഴും പറയും, വൈക്കത്തഷ്ടമിക്കേണ്ട സമയത്ത് അവിടെയുള്ള തിയേറ്ററിൽ ഷോയ്ക്ക് സമയമില്ല. കാരണം അവിടെ ഈ എക്സിബിഷനും മറ്റേതൊക്കെ ആള് നിറയുന്നതനുസരിച്ച് നടക്കുവാണല്ലോ. അതേപോലെ തിയേറ്ററും അങ്ങനെയാ. നിറയുന്നതനുസരിച്ച് ഒരു ഷോ കഴിയുമ്പോൾ അടുത്ത ഷോയുടെ ആള് പുറത്തുണ്ടാവും. അങ്ങനെ ഈ മേലേപ്പുറമിലാൻ വീട് എന്ന് പറയുന്ന പടം 24 മണിക്കൂറും മേലേപ്പുറമിലാൻ വീട് ഓരോന്ന് കഴിയുന്ന അത് ഞാൻ കയറി കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അതിന്റെ ഒക്കെ ഒരു അത്ഭുതവും കൗതുകവും എനിക്ക് വലുതായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് തമിഴ്നാട് ബന്ധം, നസീർ സാറിന്റെ മറുനാട്ടിലൊരു മലയാളി പോലെയൊക്കെ ഉള്ള സിനിമകൾ ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഈ തമിഴ്നാട് കേരള ബോർഡർ ഒരു ഹിറ്റ് മെറ്റീരിയൽ ആണ് എന്ന് കാണിച്ച് സിനിമകൾ തുടങ്ങി വെച്ചത് അവിടെ തൊട്ട് അങ്ങോട്ട് എടുത്ത ഒരുപാട് സിനിമകളുണ്ട്. അത് അത്തരത്തിൽ പടങ്ങൾ ഉണ്ടാവുകയും ചെയ്തല്ലോ. അത് ബൈലിംഗ്വൽ എന്ന് പറയുന്നത് വീട് തമിഴ്നാടുമായിട്ടുള്ള ബന്ധമുണ്ട്, മഴവിൽ കാവടിക്ക് തമിഴ്നാടുമായിട്ടുള്ള ബന്ധം. അങ്ങനെ ആ ഒരു ബന്ധം പിന്നീട് ഒരുപാട് പേര് അങ്ങനത്തെ സിനിമ ഇഷ്ടം പോലെ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. എട്ടക്കൊരു സാധനം പറഞ്ഞെന്നുള്ളൂ. സ്ഥിരമായിട്ട് പറയുന്ന ഇതാണ്, ഇതൊക്കെ പുതിയതായിട്ട് കിട്ടുന്നല്ലോ. പക്ഷെ ജയറാമേട്ടൻ ഈ പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിൽ നേരത്തെ പിഷാരടി പറഞ്ഞതുപോലെ ഒരുപാട് രസകരമായ എന്തൊരു ചെറിയ കാര്യമാണെങ്കിലും പറഞ്ഞാൽ പോലും ഞാനത് ഫുള്ളായിട്ട് കേൾക്കും. ഇത്ര ഒരു രസകരമായിട്ട് സാധനം പ്രസന്റ് ചെയ്യാൻ ഭയങ്കരമാണ്. ഞാൻ കേട്ടോ. പിന്നെ പാട്ടുകളുടെ ഒരു ധാരാളിത്വം എന്ന് പറയുന്നത് വലുതാണ്. ജയറാമേട്ടനെ സംബന്ധിച്ച് നമ്മുടെ എക്കാലത്തെ മികച്ച മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ എല്ലാം പാട്ടുകൾക്ക് ലിപ്പ് കൊടുത്ത് അഭിനയിക്കാൻ, ദാസേട്ടന്റെ എത്രയോ പാട്ടുകൾക്ക് ലിപ്പ് കൊടുത്ത് അഭിനയിക്കാൻ പറ്റുക, സൂപ്പർ ഹിറ്റ് പാട്ടുകൾക്ക് ലിപ്പ് കൊടുത്ത് അഭിനയിക്കാൻ പറ്റുക എന്നൊക്കെ തുടങ്ങിയ ധ്വനി സിനിമ തന്നെ വലിയൊരു തുടക്കമാണ്. അത് ജയറാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ 4ാമത്തെ സിനിമയാണ് ധ്വനി എന്ന് പറഞ്ഞ സിനിമയില്. അതും നസീർ സാറിന്റെ കൂടെ. കാരണം നസീർ സാറിനെ കാണാൻ പോയത് ഗൾഫില് ഞാനും ജയറാം കൂടെ.